ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം പഠിക്കാൻ പോകുന്നത് തലക്കെട്ടുകൾ, ചോദ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വളരെ ചെറിയ, അതായത് പരീക്ഷയ്ക്ക് മുമ്പ് ഒരൊറ്റ നോട്ടത്തിൽ നോക്കണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ശ്രദ്ധയോടുകൂടി പഠിക്കുന്നത് ഇപ്പം സാംസന്റെ മരണം ഏത് അധ്യായത്തിൽ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ ഉത്തരം പറയാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളുണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചോദ്യം, അല്ലെങ്കിൽ ഒരു വാക്യത്തിൽ എത്ര ചോദ്യങ്ങളുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പഠിക്കത്തക്ക രീതിയിലാണ് ഈ വീഡിയോ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പഠനം തുടങ്ങാം. സ്നേഹ ഈശോയെ, ഞങ്ങളുടെ ഈ ഉദ്യമങ്ങളെ അങ്ങയുടെ തൃക്കരം നീട്ടി അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആമേൻ. തലക്കെട്ടുകൾ. ന്യായാധിപന്മാർ 11 തലക്കെട്ടുകളില്ല. അതായത് 10-ാം അധ്യായത്തിൽ ജഫ്ത തുടങ്ങുന്നുണ്ട്. ആ ജഫ്തയുടെ കാര്യങ്ങൾ തന്നെയാണ് 11-ാം അധ്യായത്തിൽ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തലക്കെട്ടുകൾ ഇല്ല. ന്യായാധിപന്മാർ 12 1 മുതൽ 7 വരെ ജഫ്ത തന്നെയാണ് തുടരുന്നത്. ഇബ്സാൻ്റെ കാര്യം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിലാണ്. ഏലോൻ 12 അധ്യായം 11 12 വാക്യങ്ങളിലാണ് ഏലോനെക്കുറിച്ച് പറയുന്നത്. 12-ാം അധ്യായം 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലാണ് അബ്ദോനെക്കുറിച്ച് പറയുന്നത്. ന്യായാധിപന്മാർ 13 ഒരു തലക്കെട്ടേ ഉള്ളൂ, അത് സാംസന്റെ ജനനമാണ്. 13-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 14 ഒരു തലക്കെട്ടേ ഉള്ളൂ, സാംസന്റെ വിവാഹം. 14-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 15 ഫിലിസ്തീനെ തോൽപ്പിക്കുന്നു. 15-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 16 ഈ ഫിലിസ്തീനെ തോൽപ്പിക്കുന്നത് തന്നെ തുടരുന്നുണ്ട്, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ. തുടർന്ന് സാംസണും ദലീലയും, അത് 16-ാം അധ്യായം 4 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് സാംസന്റെ മരണം, അത് 16-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിലാണ്. ന്യായാധിപന്മാർ 17 ഒരു തലക്കെട്ടേ ഉള്ളൂ, അത് മിക്കയുടെ പൂജാഗൃഹമാണ്. 17-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 18 തലക്കെട്ട് ദാൻ ലായിഷ് പിടിക്കുന്നു. 18 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 19 തലക്കെട്ട് ഗിബെയക്കാരുടെ മ്ലേച്ഛത, അത് 19-ാം അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 20 ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു. 20-ാം അധ്യായം 1 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 21 ബെഞ്ചമിൻ്റെ നിലനിൽപ്പ്. 21-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഇനി നമ്മൾ വാക്യങ്ങൾ, അതായത് ഓരോ അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ എന്നുള്ളതാണ് പഠിക്കുന്നത്. ന്യായാധിപന്മാർ 11 40 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 12 15 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 13 25 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 14 20 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 15 20 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 16 31 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 17 13 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 18 31 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 19 30 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 20 48 വാക്യങ്ങൾ. ന്യായാധിപന്മാർ 21 25 വാക്യങ്ങൾ. ഇനി ചോദ്യങ്ങളാണ്. അപ്പം ഏതൊക്കെ വാക്യങ്ങളിലാണ് ചോദ്യങ്ങൾ ഉള്ളത് എന്നുള്ളതും, ഒരു വാക്യത്തിൽ എത്ര ചോദ്യങ്ങൾ, അങ്ങനെയുള്ള രീതിയിൽ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു അധ്യായത്തിൽ മൊത്തത്തിൽ എത്ര ചോദ്യം, അങ്ങനെയാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ന്യായാധിപന്മാർ 11 11:7 2 ചോദ്യങ്ങളുണ്ട്. 11:12 ഒരു ചോദ്യമുണ്ട്. 11:23 ഒരു ചോദ്യമുണ്ട്. 11:24 ഒരു ചോദ്യമുണ്ട്. 11:25 3 ചോദ്യങ്ങളുണ്ട്. അങ്ങനെ ആകെ 8 ചോദ്യങ്ങളുണ്ട്. ന്യായാധിപന്മാർ 12 1 ഒരു ചോദ്യം, 12:3 ഒരു ചോദ്യം, അങ്ങനെ ആകെ 2 ചോദ്യങ്ങളേ ഉള്ളൂ. ന്യായാധിപന്മാർ 13 13:11 ഒരു ചോദ്യം, 13:12 2 ചോദ്യം, 13:18 ഒരു ചോദ്യം, അങ്ങനെ ആകെ 4 ചോദ്യങ്ങൾ. ന്യായാധിപന്മാർ 14
14:3 ഒരു ചോദ്യം, 14:15 ഒരു ചോദ്യം, 14:16 ഒരു ചോദ്യം, 14:18 2 ചോദ്യം. അങ്ങനെ ആകെ 5 ചോദ്യങ്ങൾ. ന്യായാധിപന്മാർ 15-ൽ 15:2 ഒരു ചോദ്യം, 15:6 ഒരു ചോദ്യം, 15:10 ഒരു ചോദ്യം, 15:11 2 ചോദ്യം, 15:18 ഒരു ചോദ്യം. ആകെ 6 ചോദ്യങ്ങൾ. ന്യായാധിപന്മാർ 16-15 ഒരു ചോദ്യം. അങ്ങനെ ആകെ ഒരു ചോദ്യമേ ഉള്ളൂ. 17-ലും ഒരു ചോദ്യമേ ഉള്ളൂ. ന്യായാധിപന്മാർ 17-9 ഒരു ചോദ്യം, ആകെ ഒരു ചോദ്യം. ന്യായാധിപന്മാർ 18-ൽ 18:3 3 ചോദ്യമുണ്ട്, 18:8 ഒരു ചോദ്യം, 18:14 ഒരു ചോദ്യം, 18:19 ഒരു ചോദ്യം, 18:23 ഒരു ചോദ്യം, 18:24 2 ചോദ്യം. അങ്ങനെ ആകെ 9 ചോദ്യങ്ങൾ. 19 ന്യായാധിപന്മാർ 19-ൽ 19:17 2 ചോദ്യം. അങ്ങനെ ആകെ 2 ചോദ്യമുള്ളൂ അതിനകത്ത്. ന്യായാധിപന്മാർ 20-7 ഒരു ചോദ്യം, 20-28 2 ചോദ്യം. അങ്ങനെ ആകെ 3 ചോദ്യങ്ങൾ. ന്യായാധിപന്മാർ 21-ൽ 21:3 ഒരു ചോദ്യം, 21:7 ഒരു ചോദ്യം, 21:16 ഒരു ചോദ്യം. അങ്ങനെ ആകെ 3 ചോദ്യങ്ങൾ. ഇനി ന്യായപാലനം നടത്തിയ വർഷങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ ന്യായാധിപന്മാരാണ് അവരെയൊക്കെ പഠിച്ചവരുടെ എല്ലാം അവരൊക്കെ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയതെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ജഫ്ത 6 വർഷം, ഇബ്സാൻ 7 വർഷം, ഏലോൻ 10 വർഷം, അബ്ദോൻ 8 വർഷം, സാംസൺ 20 വർഷം. താങ്ക് യു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി വീണ്ടും കാണാം. ആമേൻ.